ഹലോ ഗേസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എടുക്കാന്ന് വെച്ചാൽ ആമസോൺ വ്യൂ പോയിൻ്റിൽ എടവണ്ണ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. മഞ്ചേരി വഴി വരികയാണെങ്കിൽ എടവണ്ണ കഴിഞ്ഞിട്ട് ഒതായി അങ്ങനെ വരിക, അല്ലെങ്കിൽ അരീക്കോട് വഴി വരികയാണെങ്കിൽ അങ്ങനെ ഒതായി അങ്ങനെ വരാം. അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. ഒതായിന്ന് ചെറുപ്പുറഞ്ഞ ഗൈസ്, അപ്പോൾ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിലാണ്. ഇവിടെ ഫുള്ള് കാടായിട്ടും റബ്ബർ തോട്ടമായിട്ടും ഫുള്ള് വൈബ് സ്ഥലമാണ്. ഇവിടുന്ന് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ഒരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല മേക്കുണ്ടാവും. ഈ മഴ സമയത്തൊക്കെയാണ് കാണാൻ അധികം ഉണ്ടാവുക എന്ന് തോന്നുന്നത്. കാരണം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ മേലത്ത് നോക്കിയാൽ ഫുള്ള് കോടായിട്ടും ഒക്കെയാണ് സംഭവം. ഇവിടെ മലൻ്റെ മേലെ നല്ല കോട കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബ് റോഡും റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ അവിടെ എത്തിയ എന്താ അവസ്ഥ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. റോഡ് നല്ല ടാസ്ക് കേട്ടോ. കുറച്ച് നല്ല കയറ്റുണ്ട്, അത്യാവശ്യം നല്ല കയറ്റാണ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും ബൈക്കൊക്കെ പോകും. നമ്മൾ ഏകദേശം ഇതിൻ്റെ മേലെ എത്തിന് കേട്ടോ. ഇനിയും കുറേ പോകാണ്ട് തോന്നണേ. ബൈക്കായിട്ട് കയറും അറിയില്ല, ഫുൾ കുത്തനെയാണ്. ബൈക്ക് ലേസം ബ്രേക്കും ഒരു കമ്മിയുണ്ട്. ആക്റ്റീവായതിന് പ്രശ്നമല്ല. അടിക്ക് ഇറക്കുമ്പോൾ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നടുകൂടാണ് ഇറങ്ങിയെന്നാണ്. പിന്നെ നല്ല കുത്തനെ കയറ്റും, വൈബ് സ്ഥലം. കുറച്ച് മേലെ പോയിട്ട് എല്ലാവരും വീഡിയോസിലൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി നോക്കാം. എന്താ അവസ്ഥ അറിയില്ല. ബൈക്കായിട്ട് തന്നെ പോവാ. നമ്മളെ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ട് മേലെ. ഇവിടുന്ന് കുറേ കയറുണ്ട്. ഇവിടുന്ന് കുറച്ച് ചായ കുടിച്ച് പോകാം. ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു ഇതായി തപാൻ പ്രവാസികൾക്കൊന്നും പറ്റില്ല. ഇവിടെ കൂലിപ്പണി എടുത്താണ് ഇവിടെ കൂടുന്നത്. കടയൊക്കെ ഇതില്ല, സെറ്റപ്പില്ല. എന്നാലും നേക്കുണ്ട് കേട്ടോ. മഴക്കാലം ആകുമ്പോൾ കയറുമ്പോൾ നല്ല വൈബാണ്. പടങ്ങി വന്നോളി, കാണാൻ പറ്റിയത് സംഭവം അടുത്താണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ ഞാൻ മുറയിരുന്ന തന്നെ. അപ്പോൾ ഏകദേശം മുറയിൽ ഭാഗത്തു നിന്നൊക്കെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല, കൂടുതൽ ദൂരമല്ല. കാണാൻ നല്ല നേക്കുള്ള സ്ഥലം. പക്ഷെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം കയറാൻ ആവതില്ലുള്ളവർ വന്നാൽ മതി. മറ്റേ വൈബ് ഉണ്ടല്ലോ, കടന്നുറങ്ങണ വൈബ് ഓർക്ക് പറ്റില്ല. അപ്പോൾ വേഗം കയറിക്കോളും. ശേഷം കുറച്ചും കൂടിയാണ് കയറിയപ്പം ഇവിടെ ലാസ്റ്റ് എൻഡിലൊരു ചായക്കട ഉണ്ട്. നമ്മളെ റീലിലൊക്കെ വൈറലായൊരു ചായക്കട. ആ ചായക്കടയിൽ നേരെത്തി. അവിടെ കുറേ ആൾക്കാരൊക്കെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആമസോൺ വീപ്പ് ഡോൺ എന്താണ് ക്രിയേറ്റ് പൊല്യൂഷൻ ക്രിയേറ്റ് സൊല്യൂഷൻ. എന്താ സംഭവം? വിഷമല്ലേ? പൊല്യൂഷൻ ഡോൺ ക്രിയേറ്റ് പൊല്യൂഷൻ, ക്രിയേറ്റ് സൊല്യൂഷൻ. എന്താ സംഭവം? ഇങ്ങനെ കുറേ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമ്പോൾ മലൻ്റെ ഉള്ളിൽ ഒരു വൈബ് തന്നെ. ആ ഇതിനോൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം അവാർഡ്. സ്റ്റോപ്പ് പൊല്യൂഷൻ. എറിയാതെ പോകുക. കാരണം എന്താ വെച്ചാൽ ഇവിടുന്നൊക്കെ എടുത്ത് ഒഴിവാക്കാൻ ഭയങ്കര റിസ്ക്കാണ്. നമ്മളെ നാട്ടിലൊക്കെ കൊണ്ടുപോകണ പോലെ പഞ്ചായത്തൊന്നും ഇവരൊന്നും വാരി കൊണ്ടുപോകും, മുനിസിപ്പാലിറ്റി ഒന്നും കൊണ്ടുപോകില്ല. ഇവിടെ ഇടാതൊക്കെ ലൈസിൻ്റെയൊക്കെ പാക്കറ്റ് ഉണ്ട്. അത് സാധനം പൊതുവേ നമ്മൾ ഇവിടെ ഇടാക്കുക ബെസ്റ്റ്. വൈബൊക്കെ ഇപ്പം ശരിയാവും കേട്ടോ. ഇങ്ങനെ മേൽക്കാണ് കയറുമ്പോഴേ നല്ല നേക്കാണ്. പെരയെന്നുള്ള ഇത് സെറ്റപ്പൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ കയറുമ്പോൾ റോഡ് എടുത്തിട്ട് ഏത് മഴയാറുണ്ട് കാര്യം പയർത്തിങ്ങോട്ട് വിളിച്ചു മേൽക്കാട് എത്തിയപ്പോൾ. സംഭവം നേക്കുണ്ട് കേട്ടോ. അങ്ങനെ വൈബ് മേലെത്തിയൊരു വൈബ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണ് പറഞ്ഞ എല്ലായിടത്തും പോകുമ്പോൾ അവിടെ അത്ര വൈബൊന്നുമില്ല പറയുന്ന അത്ര. ഇവിടെ നോക്കാം നമുക്ക്. പൊല്യൂഷനിങ് എന്താ സംഭവം? മറ്റേ ഈ ബുൾജറ്റ് ഇംഗ്ലീഷ് ആക്കിക്കണ ഈ കാര്യം ഇപ്പോൾ. അപ്പോൾ ഇവിടെ മറ്റേ ഇത് മിമ്പറുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് രണ്ട് വരെ കുത്തുപോയല്ല ഏകദേശം നേരത്തെ വന്നു. സംഭവം കയറി ഇപ്പം നിരപ്പായൊരു സ്ഥലം കാണുന്നുണ്ട്. വൈബൻ കേട്ടോ, സംഭവം വൈബൻ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടുപിടിച്ചാണോ? ഇതിന് വേലക്ക് വഴി ഉണ്ടായി സംഭവം. പണ്ടത്തെ കാലൊക്കെ ഇപ്പോഴത്തെ 2K ജനറേഷൻ ഭയങ്കര സംഭവം. ഈ മലൻ്റെ മേലുള്ള എല്ലാ സംഭവവും ഓഫ് റോഡ് ടീം ഇവരൊക്കെ എല്ലാ സംഭവവും കണ്ടെത്തിയിട്ടുണ്ട്.
നമ്മളെ ഇത് കണ്ടെത്തിയിട്ട് കാര്യമില്ല, നമ്മളെ പോലത്തെ ആൾക്കാർ ഇത് കയറണേ, പെരക്കാര് നിർബന്ധിക്ക. ഓ മതി കേട്ടോ. അവിടെ ഒരു ആമസോണിൻ്റെ ഒരു ഭാഗമുണ്ട്, അമേരിക്കയിലെ ആമസോൺ നദി കൂടെ അല്ലേ, ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലൂടെ സന്ദർശിക്കുമ്പോൾ ആ വൈബ് കിട്ടുന്നുണ്ട്. ഒരു ഭാഗത്ത് അവിടെ മുറിഞ്ഞെടുക്കണേ, നമുക്ക് മേലെ കയറി വെക്കാം. വൈബുകൾ സംഭവം ഫുള്ള് പ്രശ്നം കേട്ടോ, ഫോറസ്റ്റ് മുഴുവൻ കാടാ, സംഭവം ആകെ സീനാണ്. നോക്കിയാ അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു പ്രേതം ചങ്ങായി ഇരിക്കുകയാണ്, മൂലേരാണ്, വെള്ളക്കുപ്പായിട്ട് ചങ്ങായി ഇരിക്കുന്നുണ്ട്, ആകെ പ്രശ്നത്തില്ല. കയറി വെക്കാം. എന്താ ഇവിടെ എത്ര തോന്നപ്പോഴും വൈബ് സ്ഥലം. ആ കോട പോയിട്ടോ. ഇപ്പോൾ കേസ് നമ്മൾ നേരെ ആമസോൺ വ്യൂ പോയിന്റിന് മേലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കോട കമ്മിയുണ്ട്, ഓപ്ഷനുണ്ട്, ചെറിയ മഴ പാറ്റുണ്ട്, നല്ല നേക്കുള്ള സ്ഥലമാണ്, കയറി വന്നാൽ മുതലാവും. കൂടുതലായിട്ട് നടക്കാനൊന്നുമില്ല എൻ്റെ അഭിപ്രായം, കൂടുതൽ ദൂരം നടക്കാനൊന്നുമില്ല. പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം കയറുന്ന ഭാഗമൊക്കെ അത്ര സേഫല്ല. പിന്നെ ഇവിടെ അടിക്ക് നോക്കി അടിക്ക് തീരെ സേഫല്ല, പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നില്ല, ഉറപ്പൊന്നുമില്ല, നല്ല കുത്തനാണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് ഇതിൻ്റെ ഹൈ റേഞ്ച്. പിന്നെ മേലക്കുണ്ട്, മേലക്കുണ്ടല്ലേ, നമുക്ക് ആ വൈബ് കാണാം. അവിടെ ഒരു പച്ച പുല്ല് ഇനിയുണ്ടോ? എന്താന്നോ എല്ലാരും കേറി കതിച്ചിന് വന്നാലൊക്കെ പറയണ്ടേ, കാണാൻ നല്ല നേക്കുണ്ട്. സംഭവം കേട്ട് കേരള ടാസ്കാ. അത് വൈബുള്ള ആൾക്കാർ, ഇങ്ങനെ സ്ഥിരം കയറുന്ന ആൾക്കാർക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പെണ്ണുങ്ങളൊക്കെ പറ്റില്ല കയറാൻ. കുറേ ആൾക്കാരോടെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ കയറി വരുന്നുണ്ട്, നേക്കുണ്ട് കേട്ടോ സംഭവം. നമ്മൾ സംഭവം ആമസോൺ വ്യൂ പോയിന്റിൽ വന്ന സമയത്ത് താഴെ ഭാഗത്ത് നമ്മൾ വന്നേ, താഴെ ഭാഗത്ത് നിന്ന് അങ്ങനെ മേലോട്ട് കയറുമ്പോൾ വേറെ വ്യൂ പോയിന്റ് ഇവിടെ കാണാനുണ്ട്. വരുന്ന സമയത്ത് കാണാനുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഒന്ന് കയറിയാൽ മതി, അവിടുന്ന് താഴ്ന്ന് കണ്ട് അതേപോലെ തന്നെ കാണാനുള്ളത്. സംഭവം ഇങ്ങോട്ട് മേലക്കുന്ന ഒന്നും കൂടി ഒരു സെറ്റപ്പ് ഉണ്ട് കാണാൻ. ഇവിടെ ഈ ഇന്ന് വന്ന സമയത്ത് വലിയ കോടൊന്നുമില്ല, ഞങ്ങൾ വന്ന സമയത്ത് കോടാകുമ്പോൾ തീരെ താഴേക്ക് കാണാൻ കഴിയില്ല, അത്രയും വൈബേക്കാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്. കോട ഉണ്ടാകുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ട്, ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ട്. ഇപ്പോൾ ആമസോൺ വ്യൂ പോയിന്റ് പറഞ്ഞ് കാണുമ്പോൾ ഈ കോടല്ലാത്ത സമയത്ത് നമുക്ക് കിട്ടുള്ളൂ, കാരണം ആ വളഞ്ഞ് മറ്റേ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെയുള്ള ആ രീതിയിലുള്ള പുഴയല്ലേ, മറ്റേ ബ്രസീലിലെ ആമസോൺ, ലാറ്റിൻ അമേരിക്കനിലെ ആമസോൺ കാടുകളൊക്കെ അല്ലേ, അതേപോലെ ഒരു വൈബുണ്ട്. പിന്നെ കുറേ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് വരുന്നവർ ശ്രദ്ധിക്കുക. മേത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ കൂടില്ല, കാരണം അത്ര തോന്നെ താഴേക്ക് ഇറങ്ങാണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് മഴ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ചിറാപ്പുഞ്ചി മഴ പോയത് മേലെ കയറി അടിക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴ, ഈ സമയത്താണ് മേലെ കോടൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടിയിലെത്തി, സേഫാണ്, നല്ല ചളിയുള്ള വഴിയാണ്. അത് വലിച്ച് താഴത്തിട്ട് ഇവിടെ വരെ വൈക്കരും, നമ്മൾ താഴത്തിട്ട് നടക്കാതെ വിചാരിച്ചു. സംഭവം എന്താണോ, മരൊക്കെ കാറ്റിന് ആടിന് നോക്കുക, ഒക്കെ പാടാ ഇല്ലുമിനാണ്ടി അല്ലെങ്കിൽ തിരക്കടില്ല, മേലക്കൂടെ വീണിട്ടേ മറ്റേ ഉരുൾപൊട്ടിയില്ലേ അതേമാതിരിക്കാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മരൻ്റെ മേലെ കയറുമ്പോഴേ നമുക്ക് അവസ്ഥ മനസ്സിലാവുള്ളൂ. നല്ല കാറ്റ്, ഇവിടേക്കാണ് അവിടുത്തെ നമ്മളെ നാട്ടിലേക്കാണ് കാറ്റ് ബാധിക്കുക.
ഇതൊക്കെ പാടെ മഴ നല്ലോണം പെയ്താണ്ടല്ലോ ഒക്കെ ശരിയാവും. ചെറുങ്ങനെ പെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഈ റോഡിൽ കൂടെ വെള്ളം പോകണം നോക്കിയാൽ നല്ല പവറായിട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടി ദമ്മിലാണ്ട് പെയ്താണ്ടല്ലോ ഇവിടെ ഫുള്ള് വെള്ളം കയറും, തോട്ട് മാതിരിക്ക് പോകും.